കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആളും ഞാനും തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധീര കൂടെ അല്ലേ, എനിക്ക് വിഷയമല്ല. കഷ്ടമുണ്ടല്ലേ, ഇവള് കിടന്നു കൊടുക്കേ, ഇരുന്ന് കൊടുക്കേ, കമിഴ്ന്നു കൊടുക്കേ, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചു പറയേണ്ട വല്ല ആവശ്യകത കേട്ടോ. ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഒരു ഉളുപ്പുണ്ട് ഈ പെണ്ണിനൊക്കെ എന്ന് എനിക്ക് ചോദിക്കാനാണ് തോന്നുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു അല്ലേ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പം കിടന്നതിന് കണക്ക് പറയുന്നൊരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല്ല, ഇതുവരെ ആരും ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് ഭർത്താവിൻ്റെ ഒപ്പം കിടന്നതിനെ കണക്ക് പറഞ്ഞ് അതിൽ ഞാനൊരു കൊച്ചിനെ ഉണ്ടാക്കിയെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന പെണ്ണുങ്ങൾ. ഇത് അഭിമാനമാണോ അപമാനമാണോ? അതാണ് എൻ്റെ സംശയം. അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിപ്പോൾ ഇവിടെ വീണേനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർത്താനം പറഞ്ഞതെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. വീണ എന്ന് പറയുന്നത് സുധീര് രണ്ടാമത്തെ ഭാര്യയായിരുന്നു. കൊച്ചിനുണ്ടാക്കിയാൽ മാത്രമേ ഭാര്യ ആവുള്ളൂ എന്നുണ്ടോ? ഇപ്പോൾ കൊച്ചുങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഭാര്യ ആവില്ല? കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചാലും കൊച്ചില്ലെങ്കിൽ ഭാര്യ ആവില്ല എന്നുള്ളത് എൻ്റെ ഒരു പുതിയ അറിവാണ് കേട്ടോ. ഇപ്പോൾ ഇവള് പറയുന്നതനുസരിച്ച് അങ്ങനെയാണ് തോന്നുന്നത്. അല്ല, ഞാൻ സെക്സ് ചാറ്റ് ചെയ്തെങ്കിൽ എന്താ? അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഞാൻ സെക്സ് ചാറ്റ് ചെയ്തത് സുധിച്ചേട്ടനുമായിട്ടല്ലേ. ഞാൻ അങ്ങനെ സുധിച്ചേട്ടൻ്റെ ഒപ്പം കിടന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ആ സെക്സ് ചാറ്റ് പുറത്ത് വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല അത്രേ. അല്ല, ഈ പെങ്കൊച്ചിനോട് എന്ത് വർത്താനം നമ്മളൊക്കെ പറയേണ്ടത്? ഈ വക വർത്താനം പറയുന്ന പെങ്കൊച്ചിൻ്റെ അടുത്ത്. അപ്പോൾ വീണ അവിടെ കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവിൻ്റെ ഒപ്പം ഇത്രയും വർഷം ജീവിച്ചിട്ട് ആ പെങ്കൊച്ചിനെ കൊച്ചില്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അവൾ ഭാര്യയായിട്ടേ കണക്കൂട്ടുന്നില്ല. ഇവളെ മാത്രമാണ് ഭാര്യയായിട്ട് കണക്കൂട്ടാൻ പറ്റുള്ളൂ. കാരണം ഇവൾക്കൊരു കൊച്ചുണ്ട്. അത് കിടന്നു കൊടുത്തിട്ട് കൊച്ചുണ്ട്. കിടന്നിട്ട് കമിഴ്ന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ കൊച്ചിനുണ്ടാക്കിയോട്ടെ, അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പം കിടന്നതിന് ഇവിടെ കണക്ക് പറയുന്നൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. പിന്നെ കല്യാണം കഴിക്കുന്നത് എന്തിനാണാവോ? ഈ പെണ്ണിനോടൊക്കെ എന്താ പറയുക? പറഞ്ഞു കഴിഞ്ഞാൽ മഹാവൃത്തികേടായി പോകും. നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു തറ പെണ്ണ് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിനൊപ്പം ഇരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യമാണ്. നമുക്കും അത്രയും തരം താഴാനായിട്ട് കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്. അല്ല, ഒരു സെക്സ് ചാറ്റ് ചെയ്ത കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞ വർത്താനാണത്. അല്ല, സെക്സ് ചാറ്റ് ചെയ്തതിനെ ന്യായീകരിക്കുന്നതിന് ഒരു പരിധി വേണ്ടേ? ഇവിടെ എന്താണ് വീണ പറഞ്ഞ കാര്യം? കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ചാറ്റുകളെ കുറിച്ചാണ് അവിടെ വീണ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഞങ്ങൾ സെക്സ് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷമമില്ല, ഞാൻ കിടന്നു കൊടുത്തിട്ടുണ്ടെന്ന്. ഒരു ഭർത്താവ് മറ്റൊരു ഭാര്യയുടെ ഭർത്താവായിരിക്കുന്ന സമയത്ത് ഒരാളായിട്ട് ചാറ്റ് ചെയ്യുന്നതാണോ രേണു നിന്റെ അഭിമാനം എന്ന് പറയുന്നത്? എനിക്ക് ഒരു പ്രശ്നമില്ല പുറത്തു വന്നു കഴിഞ്ഞാന്ന് പറയുന്നത്. എന്തായാലും വീണ പറയുന്ന ഒരു വീഡിയോ കണ്ടു നോക്ക്. പുള്ളിയുടെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൾ ലൈഫിലേക്ക് വന്ന ഒരാളാണ്. ഞാൻ ഇരിക്കുമ്പം തന്നെ വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കള്ളത്തരമാണ്. കാരണം പുള്ളി മാത്രമേ മരിച്ചിട്ടുള്ളൂ. പുള്ളി അറിയാവുന്ന ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം. ഇപ്പൊ വീണ പറഞ്ഞത് കേട്ടില്ലേ? ഇവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടാണ് ഈ ജീവിതത്തിലേക്ക് കടന്നു കയറി ഇവരുടെ ജീവിതം നശിപ്പിച്ചത് എന്ന്. ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളതും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന അവരുടെ ഇടയിലേക്ക് കയറി വന്ന് ജീവിതം നശിപ്പിച്ച് ഇപ്പൊ പറയുന്നു വീണേനെ ഒരു പരിചയമില്ല, എനിക്ക് വീണേനെ അറിയത്തില്ല എന്നൊരു ഡയലോഗ്. ഇവിടെ നമ്മളെല്ലാവരും കൂടിയിട്ട് അവളെ അടുത്ത് അടിച്ചേൽപ്പിക്കാനൊന്നും ശ്രമിച്ചില്ല. സുധീര ഭാര്യയായിരുന്നു വീണ. വീണയ്ക്ക് ഇവിടെ ഇൻഷുറൻസ് തുക കൊടുക്കും, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കും, വീണയ്ക്ക് സ്വത്ത് കൊടുക്കും എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. വീണയും ചോദിച്ചിട്ടില്ല. ഇവിടെ വീണേനെ കുറിച്ച് മോശം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വീണയ്ക്ക് അവിടെ പ്രതികരിക്കേണ്ടി വന്നത്, ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ വീണ വന്ന് സംസാരിക്കില്ലായിരുന്നു എന്നുള്ള കാര്യം ഷുവറായിട്ടുള്ള കാര്യമാണ്. വീണ ഈ 2 വർഷമായിട്ട് വീണ വന്നിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലോട്ട്? വന്നിട്ടില്ല. ഇപ്പൊ വരാനുള്ള കാരണം അതും വീണ അവിടെ പറയുന്നുണ്ട്. എനിക്ക് അത്രയും സഹിക്കെട്ട ഒരു നിമിഷത്തിലാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയധികം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നത്. ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. പരിചയപ്പെടുത്തിയപ്പോ പോലും പറയുന്നത് എന്റെ ആദ്യത്തെ വൈഫ് പോയപ്പോ എനിക്ക് രണ്ടാമതായി കൊണ്ടുവന്നാണ് എന്റെ വാവക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തുക. അത് ഞാനല്ല പരിചയപ്പെടുത്തിയത്, സുധിച്ചേട്ടനാണ് പരിചയപ്പെടുത്തിയത്. പിന്നെ ആ സമയത്ത് സുധിച്ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ആരോ പറഞ്ഞു എന്റെ പേരെന്താ പറയാത്ത, എന്റെ പേരെന്താ. സുധിച്ചേട്ടന് താല്പര്യമില്ല അത് പറയാൻ. പുള്ളിക്കാരി തന്നെ മെസ്സേജ് വന്നായിരുന്നു സുധിച്ചേട്ടൻ. എന്നെ സുധിച്ചേട്ടൻ എന്നോട് ഫ്ലവേഴ്സിൽ വന്ന സമയത്ത് എന്റെ വാവുട്ടൻ എന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ടാമത്തെ ഭാര്യയെ എന്റെ വാവുട്ടൻ എന്ന് പറഞ്ഞിട്ട് എന്നെ മാത്രമേ കെട്ടിപ്പിടിച്ച് സംസാരിച്ചുള്ളൂ. വീണേനെ കുറിച്ച് അതിലൊന്നും പറഞ്ഞില്ല. അതിനുശേഷം വീണ മെസ്സേജ് അയച്ചു ഉത്തര സുധിക്ക്. മെസ്സേജ് അയച്ചിട്ട് എന്നെ കുറിച്ച് എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചു എന്ന് പിന്നീട് സുധിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഇത്രയും നാളും ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഇത്. പെട്ടെന്ന് എവിടെ നിന്നാണാവോ ഇങ്ങനൊരു കാര്യം ഇപ്പൊ പൊട്ടി പുറപ്പെട്ടു വന്നത്?
ഇത്ര നാളും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചേ കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ പൊട്ടി പുറപ്പെട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ വീണ ചോദിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷേ വീണ ഓൾറെഡി മാരീഡാണ്. മറ്റൊരു കല്യാണം കഴിഞ്ഞ് അതിലൊരു ഉച്ചയ്ക്കായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച കാര്യം എന്താ പറയാമെങ്കിൽ സുധിച്ചേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് വീണ അവിടെ മെസ്സേജ് അയക്കാനായിട്ടിരിക്കുക. വീണ എന്താ അതിന് മാത്രം പൊട്ടിയാണോ? ഇനിയിപ്പോൾ സംഭവം ശരി അങ്ങനെയാണെന്ന് എനിക്ക് വീണയ്ക്ക് ഞാൻ സുധിച്ചേട്ടൻ്റെ ഭാര്യയായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് പറയണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ വീണയ്ക്ക് പറയായിരുന്നില്ലേ എന്നെക്കുറിച്ച് ഇങ്ങനെ കൊല്ലം സുധി വീഡിയോയിൽ വന്ന് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഡൈവേഴ്സ് ആയിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് സംസാരിച്ച് കേട്ടില്ല എന്നെങ്കിൽ പിന്നെ ഒരു വീഡിയോയിലോ ഒരു ഇൻ്റർവ്യൂവിലോ എന്തെങ്കിലും വന്നിട്ട് അന്ന് വീണയ്ക്ക് പറയായിരുന്നില്ലേ? ഈ കൊല്ലം സുധി മരിച്ചിട്ട് 2 വർഷമായില്ലേ? ഈ 2 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ലല്ലോ വീണ എന്ന് പറയുന്ന കക്ഷി. ഇപ്പൊ വീണയ്ക്ക് വരേണ്ടി വന്നത് ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന വ്യക്തി കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ വീണയ്ക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. തന്നെക്കുറിച്ച് അത്രയും മോശമായി സംസാരിക്കുന്നു മറ്റുള്ളവരുടെ അടുത്ത് എന്നുള്ളത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പലരും ഇന്റർവ്യൂവിൽ ചോദിച്ചിരുന്നല്ലോ ഈ രേണുസുധിയുടെ അടുത്ത് വീണാൻ അറിയോ എന്ന്. ആ സമയത്ത് പറഞ്ഞത് എന്താ? എനിക്കറിയില്ല, എനിക്ക് കേട്ടിട്ടില്ല, എനിക്ക് പരിചയമില്ല. അത് കൃത്യമായിട്ട് എങ്കിൽ പിന്നെ ഉത്തരം പറഞ്ഞുകൂടായിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്നു, രണ്ടാമത്തെ ഭാര്യയായിരുന്നു, അതിന് ശേഷമാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന് അങ്ങോട്ട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു. അത് പറയാനുള്ള ധൈര്യമില്ല. കാരണം വീണന് നല്ല പേടിയുണ്ട്. അത് പറയാനുള്ള ഒട്ടും ധൈര്യമില്ല. ഇപ്പൊ വീണ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അങ്ങോട്ട് ചൊറിഞ്ഞിട്ട് വയ്യോ വീണനെ കുറിച്ച് ഒന്നും പറയരുത്, ആ സ്ത്രീയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സ്കിപ്പ്, എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കണ്ട, ഞാൻ ഒരൊറ്റ ഇന്റർവ്യൂ പോലും കാണാറില്ല. ഇതൊന്ന് കണ്ടു നോക്ക്. കൊണ്ട് ആ ഇന്റർവ്യൂ കാണിച്ചാലും ഞാൻ കാണത്തില്ല. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവേ ഉള്ളൂ. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുമെന്ന് ആരും കരുതണ്ട, കാണത്തുമില്ല. അയ്യോ ഞാനൊരു ഒറ്റ ഇന്റർവ്യൂ പോലും കാണാറില്ല. ആകപ്പാടെ കൂടി എൻ്റെ അടുത്ത് മറ്റുള്ളവർ വന്ന് പറഞ്ഞു തരുന്നത് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ മറുപടി തരുന്നത്. അല്ലാതെ ഞാൻ കാണുമെന്നേ ആരും വിചാരിക്കേണ്ട. ഇന്റർവ്യൂസ് ഞാൻ കാണില്ല, ഒന്നിനും ഞാൻ മറുപടി കൊടുക്കില്ല, യൂട്യൂബിലുള്ള ഒരു വീഡിയോയും ഞാൻ കാണില്ല, സത്യമായിട്ട് ഞാൻ കാണില്ല. പക്ഷേ എന്നിട്ട് ഇതിനുള്ള മറുപടിയൊക്കെ ഇവിടെ നിന്നാണ് കൃത്യമായിട്ട് വരുന്നത്. ഒരു ഇന്റർവ്യൂവും കാണാത്ത ആൾക്ക് ഇനിയിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നാണെങ്കിലും ഓരോ വാചകങ്ങളും കൃത്യമായിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഉണ്ടായിരിക്കും, വീഡിയോന്റെ തമ്പിനയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഗണിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവായിരിക്കും വേണമെങ്കിൽ രേണുസുധിക്ക്. അങ്ങനെ ഗണിച്ചെടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇന്നതാണ് വീഡിയോയിൽ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് പറയുന്നതായിരിക്കും അല്ലേ? അല്ല എനിക്ക് സംശയം. അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ഇന്റർവ്യൂവിലും വന്നിട്ട് ഈ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെയുള്ള മറുപടിയായിട്ട് അടുത്ത ഇന്റർവ്യൂവിൽ വരും. അതോ ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നതോ മഹാനുണകൾ മാത്രം. അല്ലാതെ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയുണ്ട്. നുണ പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി. അതിൽ യാതൊരു സംശയവുമില്ല ആർക്കും തന്നെ. തോന്നിവാസങ്ങൾ വിളിച്ചു പറയാനായിട്ട് വന്നിരുന്ന ഓരോന്ന് വിളിച്ചു പറയാം. ഇപ്പൊ വീണാൻ ഒരു പരിചയമില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാട്ടായങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്. സെക്സ് ചാറ്റ് ചെയ്ത എന്തോ കുഴപ്പം, ഞാൻ കിടന്നു കൊടുത്തിട്ടില്ലേ, മലർന്നു കൊടുത്തിട്ടല്ലേ. ഇതൊക്കെയാണ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഒരു പെണ്ണ് പറയുന്ന വർത്താനം